നമസ്കാരം. അസമിലെ നൗഗാവ് ജില്ലയിൽ കയ്യേറ്റം ആരോപിച്ച് 1500 മുസ്ലിം കുടുംബങ്ങളെ കൂടി സർക്കാർ ഒഴിപ്പിക്കുകയും അവരുടെ വീടുകളും മറ്റു വസ്തുവകകളും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരിക്കുന്നു. ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിൻ്റെ വംശീയ നീക്കങ്ങളുടെ തുടർച്ചയാണ് ഈ നടപടി. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി കനത്ത സുരക്ഷാ സന്നാഹത്തോടെ ബുൾഡോസറുകളും ടിപ്പറുകളുമായി എത്തിയ അധികൃതർ സർവ്വതും നശിപ്പിച്ചു. ബുൾഡോസർ രാജ് നടന്ന ലുതിമാരിയിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഭൂമിയും വീടും നഷ്ടപ്പെട്ട് 4 പതിറ്റാണ്ടിലേറെയായി പ്രദേശത്ത് താമസിച്ചു വരുന്നവരായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ അധിനിവേശത്തെക്കുറിച്ചും ഭൂമി ജിഹാദിനെക്കുറിച്ചും അപ്പർ അസമിന്റെ ജനസംഖ്യാ ശാസ്ത്രം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ച സ്ഥലങ്ങളിൽ ആസാമീസ് നിയോജക മണ്ഡലങ്ങളെ സംരക്ഷിക്കാനുള്ള തന്റെ ദൃഢനിശ്ചയത്തെക്കുറിച്ചും പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് മുസ്ലിങ്ങളെ കുടിയൊഴിപ്പിച്ച് തെരുവിലാക്കുന്ന പ്രക്രിയ വ്യാപകമായത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം ജനതക്കെതിരായ യുദ്ധമാണ്. ഹിമന്ത ബിശ്വ ശർമ്മ നടത്തുന്ന കുടിയൊഴിപ്പിക്കലും ബുൾഡോസർ രാജുമെല്ലാം മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണെന്ന് വിവിധ ജില്ലകളിലെ പ്രദേശങ്ങൾ സന്ദർശിച്ച് പൗരാവകാശ സംഘടനയായ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് തയ്യാറാക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2 മാസങ്ങൾക്കുള്ളിൽ മാത്രം അസമിലെ വനം, മേച്ചിൽപ്പുറങ്ങൾ, സർക്കാർ റവന്യൂ ഭൂമി എന്നിവയിൽ നിന്ന് ബംഗാളി ഭാഷ സംസാരിക്കുന്നവർ ഉൾപ്പെടെ 3300-ലധികം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു. കഴിഞ്ഞ ജൂണിൽ ഗോൽപാറ ജില്ലയിൽ 667 കുടുംബങ്ങളെ പിഴുതെറിഞ്ഞു. ജൂലൈയിൽ ദുബ്രിയിൽ 1400 കുടുംബങ്ങളെ തെരുവിലാക്കി. സെപ്റ്റംബറിൽ കമ്രൂപ്പിൽ 250 വീടുകൾ തകർക്കുകയും പ്രതിഷേധിച്ച 19കാരനടക്കം 2 പേരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ബുൾഡോസറുകൾ വീടുകളും സ്കൂളുകളും പൊളിച്ചുമാറ്റി. ജൽജീവൻ മിഷൻ പദ്ധതി പോലും ഇടിച്ചു നിരത്തി. ആർക്കും നോട്ടീസോ പകരം സംവിധാനങ്ങളോ നൽകിയില്ല. ഹോജയ്, ദരാങ് തുടങ്ങിയ ജില്ലകളിൽ മുഴുവൻ ഗ്രാമങ്ങളും ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വീടുകളും സ്കൂളുകളും ആരാധനാലയങ്ങളും കനത്ത പോലീസ് സുരക്ഷയിൽ തകർക്കപ്പെട്ടു. കുടിയിറക്കപ്പെട്ട മിക്ക കുടുംബങ്ങളും ദുർബലരാണ്. പതിറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ താമസിക്കുന്നുണ്ടെങ്കിലും ചരിത്രപരമായ ഭരണപരമായ വീഴ്ചകൾ കാരണം ഔപചാരിക ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇല്ലാത്തവർ, കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ, വൻകിട ഡെവലപ്പർമാർ, രാഷ്ട്രീയമായി സ്വാധീനമുള്ള ഗ്രൂപ്പുകൾ എന്നിവയ്ക്കായാണ് ഒഴിപ്പിക്കലുകൾ. എല്ലായിടത്തും 40 വർഷത്തിലേറെയായി ഇതേ ഭൂമിയിൽ താമസിക്കുന്നവരാണുള്ളത്. അവരുടെ താമസത്തിന് ഔദ്യോഗിക അംഗീകാരം ഉണ്ടായിരുന്നു. സർക്കാർ ഭവന വൈദ്യുത കണക്ഷനുകൾ നൽകിയിരുന്നു. ബ്രഹ്മപുത്ര നിറഞ്ഞൊഴുകുകയും ജനങ്ങൾ അഭയാർത്ഥികളായി മാറുകയും ചെയ്യുന്നത് അസമിലെ തുടർക്കഥയാണ്. അവരെ പുനരധിവസിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അവർ അത് ചെയ്തില്ല. തെരുവിലാക്കപ്പെടുന്ന ജനങ്ങൾ സ്വന്തം പാർപ്പിടം കണ്ടെത്തി. അവരുടെ മക്കൾ അവിടെ വളർന്നു. ചുറ്റും തൊഴിലിടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ആവാസ വ്യവസ്ഥയുണ്ടായി. സർക്കാർ അവർക്ക് സ്കൂളുകളും ആശുപത്രികളും നൽകി. ഒരു നാൾ സർക്കാർ അവരെയെല്ലാം നുഴഞ്ഞുകയറ്റക്കാരായി മുദ്രകുത്തുന്നു. പിന്നാലെ ബുൾഡോസറുകളുമായെത്തി വീടുകൾ പൊളിച്ച് ഈ മനുഷ്യരെ തെരുവിലാക്കുന്നു. ബ്രഹ്മപുത്രയും അതിൻ്റെ നിരവധി പോഷക നദികളും കാരണം സംസ്ഥാനത്തിൻ്റെ വലിയ ഭാഗങ്ങൾ പതിവായി ഒലിച്ചു പോകുന്നതിനാൽ അസമിൽ എല്ലായ്പ്പോഴും ഭൂമി കുറവായിരുന്നു. ബംഗാളി വംശജരായ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ സമുദായങ്ങളിലെയും ആളുകളെ സർക്കാർ ഭൂമി കൈവശപ്പെടുത്താൻ നിർബന്ധിതരാക്കിയതിൻ്റെ ഒരു കൂട്ടം കാരണങ്ങൾ ഒന്നാണിത്. ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് പ്രതിവർഷം ശരാശരി 8000 ഹെക്ടർ ഭൂമി നഷ്ടപ്പെടുന്നതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നദീതര മണ്ണൊലിപ്പ് കാരണം ബ്രഹ്മപുത്രയുടെ വീതി 15 കിലോമീറ്ററായി വർദ്ധിച്ചു. ഇതൊരു പ്രകൃതി ദുരന്തമായി സർക്കാർ അംഗീകരിക്കുന്നില്ല. ദുരിതബാധിതരായ ആളുകൾക്ക് നഷ്ടപരിഹാരമോ പുനരധിവാസമോ നൽകുന്ന നയമില്ല. ഈ ഭവനരഹിതരായ ആളുകൾ മറ്റു മാർഗങ്ങളില്ലാതെ സർക്കാർ ഭൂമിയിൽ അഭയം തേടാൻ നിർബന്ധിതരാവുകയാണ്.